Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിസ്താഷ്യോ കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചിടാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പിസ്താഷ്യോ കേക്കല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പിസ്താഷ്യോ എസൻസും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചേർത്തിട്ട് അടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയും ഷുഗർ പൗഡറും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്താഷ്യോ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ബോട്ടിലുള്ള പിസ്താഷ്യോ എസൻസ് ആണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈഗറിൻ്റെ പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് ഞാനൊരു 1/2 ടീസ്പൂൺ പിസ്താഷ്യോ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. നമ്മൾ ടൈഗറിൻ്റെ പിസ്ത മിക്സ് ചേർക്കണമെങ്കിൽ അതിൽ ഓൾറെഡി തന്നെ ഗ്രീൻ കളർ ഉണ്ടാവും. അപ്പോൾ ഈ എസൻസിൽ നമുക്ക് കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷുഗറിൻ്റെ ലീഫ് ഗ്രീൻ കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2-3 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. തണുവുള്ള പാൽ എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം പൊടി ചേർത്ത് കൊടുത്താൽ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടവിട്ടിട്ട് വേണം നമുക്കിത് ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം കുറച്ച് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യണം. കുത്തി കലക്കാൻ പാടില്ല. ഏത് സൈഡിലേക്കാണോ ഫോൾഡ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇടവിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട. അഥവാ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒരേ സൈഡിലേക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഇടവിട്ടിട്ട് പാലും പൊടി ഇടവിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ലാസ്റ്റ് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ ബട്ടറൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ സോസ് പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഞാനിതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സോസ് പാൻ്റെ ഉള്ളിൽ ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 35 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഗനാഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വലിയ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ പിസ്താഷ്യോ എസൻസും പിന്നെ കളറിന് വേണ്ടിയിട്ട് ലീഫ് ഗ്രീൻ ജെൽ കളറും ചേർത്ത് കൊടുക്കാം. 3 ഡ്രോപ്പ് ലീഫ് ഗ്രീൻ ജെൽ കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് അടിയിലത്തെ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കോമ്പൗണ്ടൊക്കെ മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇടണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായിട്ട് കിട്ടും. ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ചൂടോട് കൂടിയിട്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പിസ്താഷ്യോ എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പിസ്താഷ്യോ എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നന്നായി വെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം.
നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷിൽ നിന്ന് കുറച്ച് പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്തയും ആൽമണ്ട്സും ചെറുതായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗനാഷ് ഒഴിക്കണതും പിസ്ത ഇട്ട് കൊടുക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. പിസ്ത ആൽമണ്ട്സും പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. നമുക്ക് ക്രീം കോട്ട് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ കേക്ക് ക്രീം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പായിട്ട് നിൽക്കുന്ന തരത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് കവറിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഡ്രിപ്പാക്കി നിർത്തുന്നുണ്ട്. കേക്ക് ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്തയും ആൽമണ്ട്സും ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.